നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പരിവാർ മാർച്ച് 7-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന ചിത്രമാണ് പരിവാർ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ ജഗദീഷ് ചേട്ടനുണ്ട്, പ്രശാന്ത് അലക്സാണ്ടറുണ്ട്, ഇന്ദ്രൻ ചേട്ടനുണ്ട്. ഇവർ മൂന്നുപേരാണ് പ്രധാനമായ കഥാപാത്രമറ്റ് ഈ ചിത്രത്തിൽ വരുന്നത്. ഇത് ഒരു ഫാമിലി എന്റർടൈനറാണ്, ഒരു കോമഡി കലർന്ന ചിത്രമാണ്. ചിത്രത്തിന്റെ ട്രെയിലറിൽ തന്നെ പറഞ്ഞു മരിക്കാൻ കിടക്കുന്ന അച്ഛനും കൂട്ടിരിക്കുന്ന കുറെ മക്കളും. ഇതാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ട് വരുന്നത്. നമുക്കറിയാം, അച്ഛൻ ചത്ത് കട്ടിലൊഴിയാൻ കാത്തിരിക്കുന്ന മക്കൾ, മക്കള് കൊച്ചുമക്കള്. ഇതാണ് ഈ ചിത്രത്തിലെ പ്രധാന ഭാഗങ്ങൾ. ഇതിൽ പറയുന്നുണ്ട്, ഒന്ന് പ്രധാന ഈ അപ്പൂപ്പൻ മരിക്കാൻ കിടക്കുമ്പം ഈ സീരിയസ്നെസ് ഒന്നും മനസ്സിലാവാത്ത കൊച്ച് പറയുന്നുണ്ട്, അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം, അത് അപ്പൂപ്പൻ മരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. വെച്ചാൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതിനൊക്കെ ഒരു പരിധി ഇല്ലേ എന്ന് പറഞ്ഞ് ചോദിച്ച് നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ മുഖത്ത് വെച്ചിരിക്കുന്ന ഓക്സിജൻ്റെ ഇത് വെച്ചിരിക്കുന്നത് അത് കളിക്കാൻ തരുമോ എന്ന് ചോദിക്കുന്ന കുട്ടി. പിന്നെ ഇനി അച്ഛൻ കിടന്ന പലിശ കൊടുത്ത് മുടിയും എന്ന് പറയുന്ന ആൾക്കാർ. അങ്ങനെ എന്താണ്, മേപ്പോട്ട് എടുക്കണില്ലേ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന മക്കളും മരുമക്കളും ഒക്കെ ചേർന്ന് ആ ഒരു വിഷയം പറയുന്ന ഒരു രസകരമായി ചർച്ച ചെയ്യുന്ന ഒരു കുടുംബചിത്രം. അച്ഛൻ മരിച്ചതിന് ശേഷം ആ കുടുംബത്തിൽ നിന്ന് എന്തെല്ലാം എടുത്തോണ്ട് ഓടാനുണ്ട്, ഇനി എന്തെല്ലാം കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിത്രം. എന്തായാലും ചിത്രം ഹാസ്യരസ പ്രാധാന്യത്തിലാണ് ചിത്രം വരുന്നത്. ഈ ചിത്രം ഈ മാർച്ച് 7-ന് തിയേറ്ററിലെത്തും. ഒരു ഫുൾ ടൈം ഫാമിലി കോമഡി എന്റർടൈനർ, ഫാമിലി റിലേറ്റഡ് ആയിട്ടാണ്, കോമഡി കൊണ്ട് എന്റർടൈൻ ചെയ്യുന്ന ഒരു ചിത്രമായിട്ടാണ് വരുന്നത്. ഇതിന്റെ ട്രെയിലർ ഇപ്പം യൂട്യൂബിൽ ഒരുപാട് ട്രെൻഡിങ് ആയിട്ട് പോകുന്നുണ്ട്. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തഗ്ഗും കൗണ്ടറും ഒക്കെ അടിച്ചു വെച്ചിരിക്കുന്ന സിനിമ ആയതുകൊണ്ട്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ജഗദീഷ് ചേട്ടൻ, ഇന്ദ്രൻ ചേട്ടൻ, അതുപോലെ തന്നെ പ്രശാന്ത് അലക്സാണ്ടർ ഇവരെയൊക്കെ ചേർന്ന് വരുന്ന ഒരു എന്താണ് പറയുക, ഒരു രസകരമായ ഒരു ചിത്രമാണ്. അപ്പം ചിത്രത്തിൻ്റെ പല ഇൻ്റർവ്യൂകളിലും ഇവർ അറ്റൻഡ് ചെയ്യുന്നതിലെല്ലാം പറയുന്നുണ്ട്, ഇതൊരു കോമഡിക്ക് വേണ്ടി, ഇത് തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ഇപ്പം നമുക്കറിയാലോ, ഏത് ചിത്രം വന്നാലും അവർ ഒരു ജസ്റ്റിഫിക്കേഷൻ നടത്തേണ്ട ഒരു ആവശ്യമുണ്ട്. കാര്യം ഇനി ഇതിലുള്ള ഏതെങ്കിലും പോയിന്റ് എടുത്തു വെച്ച് ഇനി ഒരു വലിയ വിവാദ വിഷയമാക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും അവർ പറയുന്നുണ്ട്. ഇത് ഹാസ്യരസ പ്രാധാന്യം ഉൾക്കൊണ്ട് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ലാതെ ഒരു സീരിയസ് ആയ വിഷയമല്ല. വിഷയം ശരിയാണ്, വയസ്സായ അച്ഛൻ മരിക്കാതെ കിടക്കുന്നു, മരിച്ചെങ്കിൽ നമുക്കൊക്കെ ഇവിടെ നിന്ന് എനിക്ക് പോകാമായിരുന്നു, നമ്മുടെ ബാക്കി സ്വത്തുക്കളും വാരിക്കൊണ്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉൾക്കൊണ്ട ചിത്രമാണ്. ചിത്രത്തിനും ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും. ചിത്രം തിയേറ്ററിൽ വരികയും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും വിവാദങ്ങളൊന്നും ഇല്ലാതെ ഈ ചിത്രം മുന്നോട്ട് പോവുകയും ചെയ്യട്ടെ.